നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ചാനലിലൊരു വീഡിയോ വരുന്നുള്ളത്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു റിവ്യൂ അല്ല, ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ ദിവസം ഒരു ഐപാഡ് പ്രോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ആപ്പിൾ പെൻസിൽ പ്രോ. അങ്ങനെ ഈ ഒരു രണ്ട് പ്രോഡക്റ്റിനെ പറ്റി പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ മാസം ഇറങ്ങിയ ഐപാഡ് പ്രോ M4 11 ഇഞ്ച്. ഇതിൻ്റെ വില വരുന്നുള്ളത് 99,900 രൂപ, അതായത് 1,00,000 രൂപയോളം വില വരുന്നുള്ള ഐപാഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ വാങ്ങിയ ആപ്പിൾ പെൻസിൽ പ്രോ, ഇതിന് 11,900, ഏകദേശം 12,000 രൂപയോളം വില വരുന്നുള്ള പ്രോഡക്റ്റ്. അങ്ങനെ ഈ രണ്ട് പ്രോഡക്റ്റാണ് വാങ്ങിയിട്ടുള്ളത്. ഇതെന്തിനാണ് വാങ്ങിയെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. മെയിനായിട്ട് ഡിജിറ്റൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത്. ഡിജിറ്റൽ ആർട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കിടിലൻ പ്രോഡക്റ്റാണ് ഐപാഡ്. കറണ്ട് പോയി, കുഴപ്പമില്ല. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാന്നുള്ളത് ഈ ഐപാഡിലാണ്. ഐപാഡിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ്, നേരത്തെ ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലോ ലൈറ്റിൽ ഇതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നുള്ളത്. പുറത്തൊക്കെ ആണെങ്കിൽ ഇത്രയും നോയ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല അടിപൊളി ക്യാമറയാണ്. 12 മെഗാ പിക്സൽ ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നുള്ളത്. കഴിഞ്ഞ മോഡലിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഇതിനുണ്ട്. കഴിഞ്ഞതിനകത്ത് ഒരു വൈഡ് ആംഗിൾ ക്യാമറ കൂടി പുറകിലുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റി അവിടെ ലൈഡാർ സെൻസർ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഐപാഡിൽ ഇങ്ങനെ ക്യാമറയ്ക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല. കാരണം ഇത്രയും വലിയൊരു സാധനം വെച്ച് എന്തായാലും നമ്മൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പോകുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്യാമറ ഒഴിവായതുകൊണ്ട് അങ്ങനെ വലിയൊരു കുറവായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് ആണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. 5.1 mm ആണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത്. അതായത് ആപ്പിളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കട്ടി കുറഞ്ഞ അല്ലെങ്കിൽ തിക്നെസ് കുറഞ്ഞ ഒരു പ്രോഡക്റ്റാണ് ഈ ഐപാഡ് പ്രോ M4 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് ഡിസ്പ്ലേ വരുന്നുള്ളത്. ഏറ്റവും പുതിയ ടെക്നോളജിയിൽ വരുന്നുള്ള ടാൻഡം OLED, ആ ഒരു ടെക്നോളജിയിൽ വരുന്നുള്ള ഡിസ്പ്ലേ ആണ്. അതായത് 2 OLED പാനൽ വെച്ചിട്ട് വരുന്നുള്ള OLEDയിൽ എനിക്ക് തോന്നുന്നു ഐപാഡിൽ ആദ്യത്തെ ഡിസ്പ്ലേ ആദ്യമായിട്ടാണ് ഐപാഡിൽ OLED പാനൽ ഇവർ കൊണ്ടുവരുന്നത്. നേരത്തേക്ക് ഐഫോണിലൊക്കെ ഉപയോഗിച്ചിരുന്ന സെയിം ഡിസ്പ്ലേ. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഐപാഡിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട്, പിന്നെ USB-C കേബിളും കിട്ടുന്നുണ്ട്. ഈ രണ്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട കാര്യമില്ല. പിന്നെ ഇതിനകത്ത് പെൻസിൽ പ്രോ, ഇതിനകത്ത് വരുന്നുള്ളത് സെൻസർ, ഗൈറോസ്കോപ്പ് സെൻസർ വരുന്നുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് ഇങ്ങനെ ഇതിൽ നമുക്കിങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. അതായത് കുറേ ഓപ്ഷൻസൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഞെക്കിയാൽ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്, പുതിയ മോഡലിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ പെൻസിൽ നിലവിൽ ഐപാഡ് പ്രോ M4ലും ഐപാഡ് എയർ M2ലും മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിന് മുന്നത്തെ മോഡലൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ ഇത് വാങ്ങി തൽക്കാലം വാങ്ങേണ്ട. ചിലപ്പോൾ ഏതെങ്കിലും അപ്ഡേറ്റിലൊക്കെ കിട്ടിയെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മൈജിയിൽ നിന്നാണ് കേട്ടോ. പറയാൻ മൈജിയിൽ ലാഭമഴ എന്നൊക്കെ ഭയങ്കര ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐപാഡിന് അങ്ങനെ, അല്ലെങ്കിൽ ആപ്പിൾ പ്രോഡക്റ്റിന് നമുക്കിങ്ങനെ കാര്യമായിട്ടുള്ള ലാഭമഴയൊന്നുമില്ല. നമ്മൾ MRP എത്രയാണോ അത് തന്നെ കൊടുക്കേണ്ടി വരും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത്രയും വിലയിലൊരു സാധനമാണ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ സാധനങ്ങൾ മാറ്റാനൊക്കെ നല്ല പൈസയുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ അങ്ങനത്തെ പരിപാടിയൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ആപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, Procreate. അപ്പോൾ അത് ഡിജിറ്റൽ ആർട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ഞാൻ ജസ്റ്റ് വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഞാൻ നോക്കിയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്ത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പം മൊത്തത്തിൽ ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ വാങ്ങാം. നല്ല എന്താ പറയണ്ടേ, യൂസ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് 440 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഭയങ്കര സ്ലിമ്മാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കാരണം നിലവിൽ ഇതുവരെ വന്നിട്ടുള്ള ഐപാഡിൽ ഏറ്റവും ബെസ്റ്റാണ്. M4 ചിപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അനുസരിച്ചുള്ള പെർഫോമൻസും കാര്യങ്ങളും നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ എന്തായാലും AI കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. കാരണം ഇതുപോലുള്ള ചിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ AI ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര
ലാഭം ഉള്ളൊരു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. എഡിറ്റിങ്, കളർ ഗ്രേഡിങ്, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇതിനകത്ത് നടക്കും. പിന്നെ നിങ്ങൾ ഡിജിറ്റൽ ആർട്ട് മാത്രം ചെയ്യാനാണ് ഒരു ഐപാഡ് വാങ്ങുന്നതെങ്കിൽ ഞാൻ ഇത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതിനിപ്പോൾ 1 ലക്ഷം രൂപയോളം കൊടുത്ത് നമുക്ക് ഇതിൻ്റെ ഐപാഡ് പ്രോ ഇത് വാങ്ങണമെന്നില്ല. കാരണം ഒരു 34,000 രൂപയ്ക്കൊക്കെ 10th ജനറേഷൻ ഐപാഡ് നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെൻസിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 40,000-45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം വരയ്ക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയുള്ള ഐപാഡ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി വരയ്ക്കാൻ വേണ്ടി മാത്രം ഇത് വാങ്ങണമെന്നില്ല. ഇതിൽ നിങ്ങൾ എഡിറ്റിങ്, കളർ ഗ്രേഡിങ് അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക അതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് വാങ്ങാം നിങ്ങൾക്ക്. അതായത് ഒരു മാക്ബുക്കിൻ്റെ പണി ഇതെടുക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടമില്ല. അല്ലെങ്കിൽ സാധാരണ കുറഞ്ഞ ഐപാഡ് വാങ്ങിയാലും നിങ്ങൾക്ക് അതിൽ വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.